സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത്. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. വെങ്ങാനല്ലൂർ NSS കിഴക്ക് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു. വെങ്ങാനല്ലൂർ NSS കിഴക്ക് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു. NSS ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഋഷികേശ് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിലെ ഭരണം തന്നെയാണ് കിഴക്ക് കരയോഗം. ഇന്നിപ്പോൾ ഇത്രയും മഴയും മോശമായ കാലാവസ്ഥയുമായിട്ടും ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ ഒരു ചടങ്ങിന് വന്നു എന്നുള്ളത് അധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ആദ്യമായി ഇവിടെ ഈ മുന്നിലിരിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള നമ്മുടെ മിടുക്കരായ കുട്ടികളെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. വീണ്ടും വീണ്ടും അവർക്ക് ജീവിതത്തിൽ ഉന്നതങ്ങളായ വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുകൂടാതെ ഇന്ന് നമുക്ക് മറ്റൊരു ചടങ്ങ് കൂടിയുണ്ട്. നമ്മുടെ ഇടയിലുള്ള കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ അറിവ് എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധവും ഏറ്റവും വലിയ സമ്പത്തും. അത് നമുക്ക് കിട്ടുന്നത് പലതരത്തിൽ നിന്നാണ്. നമ്മുടെ അമ്മയിൽ നിന്ന് കിട്ടുന്നു, വീട്ടിൽ നിന്ന് കിട്ടുന്നു, സ്കൂളിൽ നിന്ന് കിട്ടുന്നു, കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നു, പുറത്തുനിന്നുള്ള ലോകത്ത് നിന്ന് കിട്ടുന്നു. പക്ഷേ യഥാർത്ഥമായ ആ അറിവ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നാണ് നമ്മുടെ പുരാണങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി നായർ സർവീസ് സൊസൈറ്റിയുടെ ഈ കരയോഗത്തിൽ നിന്ന് ഈ അറിവ് ലഭിക്കാനുള്ള പഠന ഉപകരണങ്ങൾ നമുക്ക് കൊടുക്കുമ്പോൾ അത് തീർച്ചയായും ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ പ്രസാദം കിട്ടുന്നത് അതേ മനോഭാവത്തോടു കൂടി നമ്മുടെ കുട്ടികൾ ഇത് സ്വീകരിക്കണം എന്നതാണ് എനിക്ക് എന്നെ കുട്ടികളോട് പറയാനുള്ളത്. കരയോഗം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കരയോഗം ഏകദേശം 1914 സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ദൈവതുല്യമായ നമ്മുടെ മന്നത്താചാര്യൻ സ്ഥാപിച്ച ഈ സാമുദായിക സംഘടന ഇന്ന് വളർന്നു പന്തലിച്ച് ലോകം മുഴുവനും നീണ്ടു കിടക്കുന്ന കാര്യത്തിൽ നമുക്ക് ഓരോ നായർക്കും അഭിമാനിക്കാം. ഇത് നമ്മുടെ കിഴക്കുകാരികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർത്തു പോകുന്നു, 8 വർഷം ഇന്നത്തെ കമ്മിറ്റി നിലവിലാണ്. ഈ 8 വർഷത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു. എല്ലാം പരിപൂർണമായി 100% കൃത്യമായി ചെയ്തു എന്നൊന്നും നമുക്ക് അവകാശപ്പെടാമെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ വിഷമിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യവും ഈ കരയോഗം ചെയ്തിട്ടില്ല. മറിച്ച് ഈ കരയോഗം, പ്രത്യേകിച്ച് നമ്മുടെ ഈ കരയോഗത്തിലെ കുടുംബാംഗങ്ങളെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി, പ്രത്യേകിച്ച് വീട്ടിൽ നല്ലൊരു ചടങ്ങ് നടന്നാലും വിവാഹം നടന്നാലും മരണം നടന്നാലും എല്ലാം തന്നെ കൃത്യമായി നമ്മുടെ കരയോഗത്തിന്റെ സാന്നിധ്യം അറിയിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയി ആവശ്യപ്പെടുകയും ആ ചടങ്ങിന് സജീവ സാന്നിധ്യം അറിയിപ്പിച്ചുകൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് ചടങ്ങ് തുടർന്നുകൊണ്ടുപോകാൻ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട്. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ ഇൻചാർജ് ജയകൃഷ്ണൻ പള്ളിക്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. കരയോഗം പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെ 3ാം തവണയും തിരഞ്ഞെടുത്തു. കരയോഗം സെക്രട്ടറിയായി രാമകൃഷ്ണൻ നായർ വെള്ളത്തീരി, വൈസ് പ്രസിഡന്റായി രാമചന്ദ്രൻ നായർ, ജോയിന്റ് സെക്രട്ടറിയായി മണികണ്ഠൻ തുടങ്ങി 11 അംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. കരയോഗം സെക്രട്ടറി രാമകൃഷ്ണൻ നായർ വെള്ളത്തീരി, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ, വനിതാ സമാജം സെക്രട്ടറി അംബിക ദേവി, ബാലസമാജം പ്രസിഡന്റ് അനിരുദ്ധ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കരയോഗത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം തോളോട് നിൽക്കുന്ന ഒരു കരയോഗമാണ് ഈ വെങ്ങാനല്ലൂർ കിഴക്കര, യാതൊരു സംശയമില്ല. നായർ സർവീസ് സൊസൈറ്റി
111ാമത് വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നാണ് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു സാരാംശം. ജാതി സെൻസസ് ആയിക്കോട്ടെ, അതേപോലെ ശബരിമല വിഷയമായിക്കോട്ടെ, ഗണപതിയുടെ മൃത്യു വിഷയമായിക്കോട്ടെ, ഏറ്റവും അവസാനം നമ്മുടെ വ്യാസ കോളേജിൽ കഴിഞ്ഞ 40 വർഷമാണ് നമ്മൾ കേസ് നടക്കുന്നത്. അത് തൃശ്ശൂർ മുനിസിപ്പൽ കോടതിയിൽ നമുക്കെതിരായി ഹൈക്കോടതി അത് വിജയിച്ചു. അവർ വീണ്ടും അപ്പീലായിട്ട് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി നമുക്ക് ആ വിധി അനുകൂലമാക്കിയെടുക്കാൻ നായർ സർവീസ് സൊസൈറ്റിക്ക് എത്ര ലക്ഷം രൂപ മുടക്കേണ്ടത് ഓരോ കേസുകൾക്കും. അങ്ങനെ നമ്മുടെ സമുദായങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ക്ഷേമകരമായും അവരുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സെക്രട്ടേറിയറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം അവിടെ നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം. ന്യൂസ് ഡെസ്ക് CCV.